കുറ്റം പറഞ്ഞോണ്ടിരുന്നോളാം അല്ലേ? രാജി, ഇത് നിന്നെ കുറ്റം പറഞ്ഞതല്ല, പിന്നെ ഞാൻ നാടൻ പാട്ടിന്റെ റിഹേഴ്സൽ നടത്തിയതാണ്. അയ്യടാ, ഒരു മുണ്ടും ജുബായിട്ട് അരയിലും കെട്ടി നാടൻ പാട്ടെല്ലാം പറഞ്ഞ് ഇറങ്ങിക്കോളും. എന്തിന് കൊള്ളാം. നീ എന്തിനാണ് എന്റെ നാടൻ പാട്ടിന് എപ്പോഴും ഇങ്ങനെ കുറ്റം പറയണത്? നിങ്ങൾക്ക് ഇങ്ങനെ കാള കളിച്ച് നടന്നാ മതിയല്ലോ. ഈ കുടുംബത്തിന് വേണ്ടിട്ട് ഞാൻ ഓടി ഓടി തളർന്നു. രാജിമോളെ, എന്താ ഇങ്ങോട്ട് നോക്കിയേ. പറഞ്ഞ പോലെ അവളവിടെ പോയടി. പൊട്ടന്തയ്യം തുള്ളി വരുന്നത് പോലെ ദേ വരുന്നു നിങ്ങളുടെ മാള്. മോളെ, അച്ഛന്റെ കുമ്മാട്ടി മോളെവിടെ പോയതാ? ട്യൂഷൻ പഠിക്കാൻ പോയതാ. പരീക്ഷ ട്യൂഷൻ പഠിക്കാൻ പോയാലും റേഷൻ മേടിക്കാൻ പോയാലും ഒളിഞ്ഞിങ്ങനെ ഒറ്റക്ക് പോകരുത് കേട്ടോ. ഒറ്റയ്ക്ക് പോകാൻ എന്താണോ മോളെ, നിനക്കിന്ന് എന്ത് പരീക്ഷയായിരുന്നു? കണക്ക്. എങ്ങനെയുണ്ടായിരുന്നു? കണക്കാ. ഓഹോ, അപ്പൊ നാളെയോ? ഹോളിഡേ അച്ഛാ. എന്നാ വായി പൊടിച്ച് നിൽക്കാതെ ഹോളിഡേയുടെ പുസ്തകം എടുത്തു വെച്ച് വായിച്ച് പഠിക്കണി. എപ്പോ നോക്കിയാലും പഠിക്കും പഠിക്കും പഠിക്കും. എന്തിനാണ് പഠിപ്പിക്കുന്നത്? ഞാൻ എവിടെയെങ്കിലും കല്യാണം കഴിച്ച് വിട്ടൂടെ അമ്മേ? മോളെ, അത് അമ്മേ, എന്നെ ആരും കല്യാണം കഴിക്കാൻ വരാത്തത് എന്താ അമ്മേ? അത് തന്നെ മോളെ ഞാനും ആലോചിക്കുന്നത്. നിന്നെ കാണാൻ എന്നെ കാണും ചന്തം തോന്നും പൊന്നു പെണ്ണേ, എന്നെ കണ്ടേ നിന്നെ കേൾക്കാൻ ഇന്നു വരെ വന്നു കാണും. നിന്നെ കാണാൻ എന്നെ കാണും ചന്തം തോന്നും പൊന്നു പെണ്ണേ, എന്നെ കണ്ടേ നിന്നെ കേൾക്കാൻ ഇന്നു വരെ വന്നു കാണും. ഓ, ഈ വീട്ടിൽ ആരോട് എന്ത് ചോദിച്ചാലും അപ്പം തുടങ്ങും നാടൻ പാട്ട്. ബാക്കിയുള്ളവർ കന്നഡം പാടി പാടി മടുത്തു. ഇതെന്താ നിങ്ങളുടെ കയ്യില്? നിങ്ങൾ ഇങ്ങനെ കാള കളിച്ച് നടന്നു. ഇവിടെ കെട്ടിച്ച് വിടണ്ടേ മനുഷ്യ? ഈ രാജി, ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കുന്നംകുളത്ത് അങ്ങാടിയിലുള്ള എന്റെ ഒരു ചാലക്കുടിക്കാരൻ ചങ്ങാതിയോട് നമ്മുടെ പോക്ക് ഒരു കല്യാണക്കാരൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ പെറ്റ മണ്ണേ, അവര് വിളിക്കുന്നത്. ഹലോ, നിങ്ങൾ ഇവിടെ എത്തി? പണിയെത്തി പോയാ? അതെ അതെ അതെ, ആദ്യത്തെ റോഡാണ്. റോഡിന്റെ അരികാണ്. വീടിനടയാളോ? ശിവകൊന്ന നേരെ പോയി. ഇപ്പൊ ചെക്കന്റെ അനിയനും കൂടി പെണ്ണ് കാണാൻ വരുന്നതെന്ന് പറഞ്ഞ് വിളിച്ചതാ. ഈ താരക്കാരനൊന്നും അല്ല, അതാ ഭുവൻമണിയുടെ നാടൻ പാട്ടുകൾ അതുപോലെ തന്നെ വേദിയിൽ പാടുന്ന അടിപൊളി പാട്ടുകാരനാ. കളിക്കലക്കൂട്ടം വേലായുധൻ. അയ്യോ ചെക്കൻ, എന്നാ പൊക്കോട്ടെ. ചെക്കൻ വരട്ടെ മോളെ, എന്നിട്ട് അകത്തോട്ട് പോവാം. അകത്തോട്ട് പോകാനല്ല, പിന്നെ ചെക്കറ്റോട് പൊക്കോട്ടെ. മനുഷ്യനെ മാനം കൊടുത്താൽ കേറി പോടിയകത്ത്. നിങ്ങൾ കേറി പോരിങ്ങട്. രാവിലെ വരാന്ന് പറഞ്ഞിട്ട് എന്താ നിങ്ങൾ ഇത്ര വൈകിയത്? ഓ അതോ, ഒന്നും പറയണ്ട. അറിയണ്ടെങ്കിൽ പാട്. പാടാലോ? 1 2 3 4. കൊണ്ട്
പാടി ഡോക്ടറേറ്റ് എടുത്ത ആളാ എന്റെ അടിയൻ. ഏത് സർവകലാശാലയെന്ന്? അയ്യോ സർവകലാശാലയിലല്ല, പിന്നെ മെഡിക്കൽ കോളേജിലാ. നാടൻ പാട്ട് പാടി പാടി തൊണ്ട പൊട്ടിയപ്പോ അത് ശരിയാക്കാൻ കാശില്ലാഞ്ഞിട്ട് എന്നെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഏറ്റെടുത്ത കാര്യം ആടിയാൻ പറഞ്ഞത്. ഡോക്ടർ ഏറ്റെടുത്തെന്ന്. അല്ല, ഇതല്ലാതെ ചെക്കന് വേറെ എന്താ പണി? പണിയോ? ഇവനെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് വന്നവനാ. പറഞ്ഞു കൊടുക്കടാ. 3, 4. എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമണോട്ട വണ്ടി നൂറിന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നട്ടം ഓടിക്കുമ്പോ കൈ നടുവും തളർത്തിയൊരൊട്ട വണ്ടി. ഇപ്പൊ അതൊക്കെ നിർത്തി. ഇപ്പൊ ഇലക്ട്രിസിറ്റി ബോർഡിലല്ലേ ജോലി. ആണോ? ഏത് പോസ്റ്റില്? കംപ്ലീറ്റ് ഉള്ള എല്ലാ പോസ്റ്റിലും കയറണം, അല്ലെങ്കിൽ പണി പോകും. പോസ്റ്റിൽ കയറുന്നതൊക്കെ കൊള്ളാം. എനിക്ക് എന്റെ മോനോട് ഒന്നേ പറയാനുള്ളൂ. എന്നാ വെച്ചാ